പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ ആഴ്ചയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുയാത്ര ചെയ്തു. പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് വേണ്ടിയ നന്മകളെ ദൈവം നമുക്ക് നൽകി തരട്ടെ. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായത്തിനകത്ത് ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നടന്ന അത്ഭുതകരമായ ഒരു എൻകൗണ്ടറിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കൂടിക്കാഴ്ച. പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ വാസ്തവത്തിൽ ശൂന്യമായ പടകുമായി, ഒന്നുമില്ലാത്ത വലയുമായി, വളരെ നിരാശയോടെ ഒരു രാത്രി മുഴുവനും അധ്വാനത്തിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ ഭാരത്തോടെ നിൽക്കുമ്പോഴാണ് ശീമോൻ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു കൂടിക്കാഴ്ചയായിരുന്നു യേശുവും പത്രോസും തമ്മിലുള്ള കൂടിക്കാഴ്ച. പ്രിയരെ, തിരുവചനം വായിച്ചിട്ടുള്ളവർക്കറിയാം, യേശുവുമായിട്ട് ആര് കണ്ടുമുട്ടുവാനിടയായി തീർന്നാലും അത് വലിയ ദൈവപ്രവൃത്തികൾക്ക്, അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയവരാണോ? ഉറപ്പാണ്, ആ കണ്ടുമുട്ടലുകളും കൂടിച്ചേരലുകളും ദൈവ പ്രവൃത്തിയുടെ ഭാഗമാണ്. ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ ധാരാളം പടകുകൾ ഉണ്ടായിരുന്നെങ്കിലും പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് കാല് വെച്ച് കയറുവാനിടയായി തീർന്നു. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ വെളിപ്പെടുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, 5-ാം വാക്യം വായിക്കുമ്പോൾ അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ ശീമോൻ പത്രോസിനെ കർത്താവ് കണ്ടുമുട്ടുമ്പോൾ എല്ലാം ശൂന്യമായിരിക്കുന്ന അനുഭവത്തിലാണ് യേശുവിന്റെ കരങ്ങളിൽ പത്രോസ് വന്നുപെടുന്നത്. പ്രിയരെ, എത്ര തകർന്നവരാണെങ്കിലും, എത്ര ഉടഞ്ഞവരാണെങ്കിലും, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അനുഭവത്തിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും യേശുവിന്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായിട്ടും അവന്റെ ജീവിതം മാറുമെന്നുള്ളതിന് ഉദാഹരണമാണ് പത്രോസിന്റെ ജീവിതം. എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ ഒരു രാത്രി വലയിട്ടിട്ടും ഒന്നും കിട്ടാത്തത്, യേശു പത്രോസിനോട് പറയുകയാണ്, അതേ കടലിൽ അതേ വലയിടുക. തൊട്ടടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ, പടകിൽ കയറിയ യേശുവിന്റെ വാക്കുകൾക്ക് മുൻപിൽ സമർപ്പണ മനോഭാവത്തോടെ അക്ഷരാർത്ഥത്തിൽ യേശു പറഞ്ഞത് അങ്ങനെ ചെയ്യുവാനിടയായി തീർന്നു. യേശു ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നിട്ട് യേശു നമ്മോട് ആവശ്യപ്പെട്ടത്, ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതുപോലെ ചെയ്യുവാൻ നാം സമർപ്പിതരാണെങ്കിൽ ശൂന്യാവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ ശൂന്യതയുടെ നടുവിൽ പത്രോസ് നിൽക്കുമ്പോൾ മറ്റേതിനേക്കാളും സാഹചര്യങ്ങളെക്കാളും മറ്റാരുടെ വാക്കുകൾക്കാളും പത്രോസ് യേശുവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനിടയായി തീർന്നു. യേശുവിനെ ഹൃദയത്തിൽ പേറിയവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ മറ്റെന്തിനേക്കാളും
സാഹചര്യം പറയുന്നതിനേക്കാൾ, ഡോക്ടേഴ്സ് പറയുന്നതിനേക്കാൾ, സമൂഹത്തിൽ പല തട്ടിലുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങളെക്കാൾ യേശുവിൻ്റെ വാക്കിന് വില കൽപ്പിക്കുവാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തുടങ്ങിയാൽ അത് വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അവർ അങ്ങനെ ചെയ്തു. യേശുവിൻ്റെ വാക്ക് അവർ അനുസരിച്ചു. പെരുത്ത മീൻകൂട്ടം അകപ്പെടാനിടയായി തീർന്നു. എവിടെയാണോ തോറ്റുപോയത്, എവിടെയാണോ ഒന്നും കിട്ടാതിരുന്നത്, ഏത് സ്ഥലത്ത് അധ്വാനിച്ചിട്ടാണോ ഫലമില്ലാതായി പോയത്, അതേ സ്ഥലത്ത് ദൈവപുത്രന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് പിന്നെയും വലയിറക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വലയിറക്കൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് നാം സ്റ്റെപ്പുകൾ വെച്ചാൽ, അഥവാ തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ, ദൈവവചനം ആവശ്യപ്പെടുന്നത് പോലെ നമ്മളെ തന്നെ ക്രമീകരിക്കാൻ തയ്യാറായാൽ ശൂന്യതകളെ മാറ്റുന്ന വലിയ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനിടയായി തീരും. യേശു അത് പറഞ്ഞു കഴിഞ്ഞു. പത്രോസ് അത് ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെരുത്ത മീൻകൂട്ടം ആ വലയ്ക്കകത്ത് അകപ്പെടാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവശബ്ദത്തിന് മുൻപിൽ സമ്പൂർണമായ ഒരു സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ, മറ്റാര് വിലക്കിയാലും മറ്റാര് തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചാലും അതൊന്നും വകവയ്ക്കാതെ യേശുവിൻ്റെ വചനം എന്താണോ പറയുന്നത് അതനുസരിക്കുവാനുള്ള ആഴത്തിലുള്ള ഒരു കൊതിയോടെ നാം സമർപ്പിച്ചാൽ, ഞാൻ പറഞ്ഞത്, ഇന്നിൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ, ഇല്ലായ്മകളെ മാറ്റുവാൻ, നിരാശകളെ മാറ്റി ഒരു നിറവ് കൽപ്പിച്ചു തരുവാൻ മതിയായ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകരുത്. ഇവിടെ അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി എന്ന് പറഞ്ഞാൽ ആ വലയ്ക്ക് വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം അതിനകത്ത് ഒരു നിറവ് വെളിപ്പെടുവാനിടയായി തീർന്നു. ജീവിതത്തിൽ ശൂന്യതകൾ മാത്രമെന്ന് പറഞ്ഞ് നിരാശയോടെ ഈ രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ദൈവപുത്രന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ച് മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടെ തിരുവചനം അനുസരിക്കുവാൻ ജാഗ്രതയോടെ ശ്രമിക്കുമെങ്കിൽ എല്ലാ ശൂന്യതകളും മാറി ഒഴിഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ നിറവായി മാറുവാനിടയായി തീരും. ഈ വാക്യം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. തിരുവചനം എഴുതിയിരിക്കുന്നതിൻ്റെ 11-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചു. നിറഞ്ഞു കിടക്കുന്ന പടകിനെ ആരും ഫോഴ്സ് ചെയ്യാതെ സ്വമനസ്സോടെ കരയ്ക്കടുപ്പിച്ചിട്ട് മീനും പടകും വലയും എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയരെ, ദൈവം ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും വിടുതലുകളും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകിയിരിക്കുമ്പോൾ ആഴമായി അതിനെയൊന്നും സ്നേഹിക്കാതെ ദൈവപുത്രനെ അനുയാത്ര ചെയ്യേണ്ടതിന് ഇന്ന് രാവിലെ നമ്മുടെ ശിഷ്ടയായുസ് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പടക് നിറഞ്ഞു കിടക്കുമ്പോൾ വല കീറാറാകത്തക്ക നിലയിൽ പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്തകപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ഉന്നതമായ സ്ഥാനത്ത് പത്രോസ് എത്തപ്പെട്ടപ്പോൾ അതിനേക്കാളെല്ലാം വലിയവനായ, അതിൻ്റെ എല്ലാം ഉറവിടമായിരിക്കുന്ന, സകല നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും ദാതാവായിരിക്കുന്ന യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടതിന് സ്വയം സമർപ്പിക്കാനിടയായി തീർന്നു. ഈ രാവിലെ ഈ സന്ദേശം ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ആയുസ് ധന്യമായി തീരും. ദൈവം നമ്മെ
മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും. തുടർന്നുള്ള നാളുകൾ സുവിശേഷീകരണത്തിനകത്ത് അത്യധ്വാനം ചെയ്യേണ്ടതിന് ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ ദിവസം ഒരു നിറവ് ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ, ശൂന്യതകൾ മാറുവാൻ, പടക് നിറയുവാൻ, വല നിറയുവാൻ, അതുകൊണ്ട് തന്നെ ഹൃദയം നിറയുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശൂന്യമായിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ശൂന്യതകളെ മാറ്റി നിറവുകളെ ദൈവം കൽപ്പിക്കുന്നത് കൊണ്ട് നന്ദി. വലിയ സമർപ്പണങ്ങൾ ഓരോരുത്തരിൽ നിന്നും വെളിപ്പെടട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.